കേരളത്തിൽ കടുത്ത ചൂട് തുടരുമ്പോൾ വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നു. ഇന്നലെ പീക്ക് സമയത്ത് 5770 മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വന്നത്. ലോഡ് ഷെഡിംഗ് ആശങ്കയിൽ മലയാളികൾ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും നാളെ മുതൽ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതുന്നത്. പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ 26 മുതൽ 200 മെഗാവാട്ടിന്റെ കുറവ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് കൊടും ചൂടിൽ ജനങ്ങളെ വലച്ചുകൊണ്ട് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിന്റെ ദൈർഘ്യം കൂടുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇന്നലെ പീക്ക് സമയത്ത് 5770 മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വന്നത്. വെള്ളിയാഴ്ച ഇത് 5654 മെഗാവാട്ടായിരുന്നു. പ്രതിദിന ഉപഭോഗത്തിൽ നേരിയ കുറവ് വന്നെങ്കിൽ പോലും വെള്ളിയാഴ്ച 116 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചെങ്കിൽ ഇന്നലെ അത് 115 ദശലക്ഷം യൂണിറ്റായി മാറിയിരുന്നു. കനത്ത ചൂടിൽ കേരളം ഇരുട്ടിലാകുമോ എന്നതാണ് മറ്റൊരു ആശങ്ക. വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമായി തുടരുന്നു. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാണ് വൈകിട്ടത്തെ ഉയർന്ന വൈദ്യുതി ആവശ്യം KEC നേരിടുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ആവശ്യം വർദ്ധിച്ചതോടെ ദേശീയ തലത്തിൽ വൈദ്യുതി വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിസന്ധി തുടർന്നാൽ അരമണിക്കൂർ പ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് സംസ്ഥാനം നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അപ്രഖ്യാപിത പവർ കട്ട് വ്യാപകമാവുന്നത് ജനജീവിതത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. നഗര ഭേദമില്ലാതെ പലയിടത്തും ദിവസവും വൈദ്യുതി മുടങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. മുന്നറിയിപ്പില്ലാതെ പവർ കട്ടിനെ തുടർന്ന് പലയിടത്തും പ്രതിഷേധവും ഉയരുന്നു. ഇന്നോ നാളെയോ ആയി പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. കൂടുതൽ വിലയ്ക്ക് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുക എന്നതാണ് ഏക പോംവഴി. അങ്ങനെ വന്നാൽ കറണ്ട് ബില്ല് കൂടുമോ എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ വൈകുന്നേരം 6-നും രാത്രി 11-നും ഇടയിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്ന് KEC അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, AC തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം, വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി സമയം ക്രമീകരിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കണം. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്യുന്നതും പീക്ക് സമയത്തെ വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിക്കുമെന്നും വൈദ്യുതി ബിൽ കുത്തനെ ഉയരുന്നത് ഒഴിവാക്കാൻ സഹായിക്കുമെന്നും KEC അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.